എന്താ നേരെ ഉച്ചയായില്ലേ, ഇനി നിർത്തിക്കൂടെ? എന്താ നിർത്തണോ? പിന്നെ വേണ്ടേ? എന്നാ നിർത്തിക്കളയാം. എന്താ പോരെ? വാപ്പ അമ്മ ഇന്നൊരു ചോദ്യം ചോദിച്ചു. എത്ര നാളത്തേക്കാണ് ഈ കാത്തിരിക്കുന്നത്? എന്തു പറഞ്ഞു മറുപടി? ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആരോട്? ഓ, നമ്മുടെ എന്നോടോ? അതിനെ നമ്മൾ കാത്തിരിക്കുന്നില്ലല്ലോ. ഇപ്പോഴേ ഭാര്യാഭർത്താക്കന്മാരെ പോലല്ലേ. എന്നാലും അതിന് ചില ചടങ്ങുകളൊക്കെ ഇല്ലേ? ആളുകളെ ബോധ്യപ്പെടുത്താൻ ആയിക്കളയാം. എന്റെ സഹോദരിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിട്ടെ അതുവരെ ക്ഷമിച്ചു. ഞാൻ മരണം വരെ വേണമെന്ന് ക്ഷമിച്ചിരിക്കാം. അതില്ല, ഒരു ചെറിയ സംശയം. സഹോദരിയുടെ വിവാഹത്തിന് മുൻപ് നമ്മുടെ വിവാഹം നടന്നാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ മരണസമയത്ത് ഞാൻ അമ്മയ്ക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ലേഖയുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ വിവാഹം ചെയ്യുമെന്ന്. പറഞ്ഞതുപോലെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരി, ഞാൻ അമ്മയോട് പറയാം. അപ്പോഴേ എനിക്കെല്ലാം അങ്ങോട്ട് വരണമല്ലോ. ഇതും തൂക്കിക്കൊണ്ട് നിന്ന് കുഴഞ്ഞു. എന്റെ കണ്ണിലൊരു കരട് പോയി. ചേടാ കരടെ, പോകാൻ കണ്ടൊരു സ്ഥലം. എന്നിട്ട് കണ്ണിൽ ഓപ്പറേഷൻ നടത്തിയിട്ടാണോ കരടെടുത്തത്? ചേച്ചിയെ തിരക്കി ചേച്ചിയുടെ അമ്മ വീട്ടിൽ വന്നിട്ട് പോയി. എന്താ വിശേഷം? ആ, ഞാൻ എന്നറിയും. അയ്യോ, ഞാൻ പോകുന്നു. ഇനി ഏതായാലും ഉണ്ടിട്ട് പോയാൽ മതി. അയ്യോ, അമ്മ ചിലപ്പോ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഞാൻ നുണ പറഞ്ഞതാ. ചേച്ചി അന്വേഷിച്ച് ആരും വന്നില്ല. ചേടാ, പേടിപ്പിച്ചു കളഞ്ഞില്ല. ആ, ഏതായാലും വിളമ്പ്, വിശക്കുന്നു. ഇന്നേതായാലും ഞാൻ വിളമ്പാം. ലേഖ ഇരിക്കെ. ഇന്ന് നമുക്കൊരു സഹകരണാടിസ്ഥാനത്തിൽ ഉണ്ട് കളയാം. ആരും വിളമ്പണ്ട. എന്താ? ഇങ്ങോട്ട് എടുക്ക്. സമ്മതിച്ചിരിക്കുന്നു. ഓ, ഭയങ്കരം തന്നെ. ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും കൂടെ ഉച്ചക്കെന്ന് കുറിക്കാനുള്ള വകയാണോ ഇത്? ചേച്ചിയെ കൂടെ കരുതിയാ കൊണ്ടുവന്നത്. ചേച്ചിയെ അവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ കാണുമെന്നുള്ളത് തീർച്ചയല്ലേ? എന്താ അത്ര വലിയ തീർച്ച? ചേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കല്ലേ ചേച്ചിയുടെ ജോലി. അത് തന്നെ തീർച്ച. ആ, മീനുണ്ടോ? മുമ്പിലിരിക്കുന്നത് കണ്ടില്ലേ? കൊടുത്തോ, തടിങ്ങി പോരട്ടെ. ഇങ്ങനെ കത്ത് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ട് ചേട്ടാ? ശൗന്തള ചേച്ചി ചേട്ടത്തിയമ്മയായിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേട്ടൻ കേൾക്കാത്ത എന്താ? ഇനി ഏതായാലും താമസിപ്പിക്കുന്നില്ല. നിന്നെ കാണാൻ നാളൊരുത്തും വരുന്നുണ്ട്. അതൊന്ന് കഴിഞ്ഞോട്ടെ. വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. ആ, മിസ്റ്റർ ഉണ്ണികൃഷ്ണ സഹോദരിമാരും 2 പേരുണ്ട്. അവരെ 2 പേരെയും വിവാഹം ചെയ്തയച്ചു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ആ, നമ്മുടെ പെണ്ണിനെ കണ്ടില്ലല്ലോ, ഒന്ന് വിളിക്കൂ. ഞാനും അതാ നോക്കുന്നത്. നോക്കിയത് നമ്മോട്ട് കൊണ്ടേ കൊടുക്ക. എന്നെ കൊണ്ടാവി, പിന്നെ ഞാനാണ് കൊണ്ടേ കൊടുക്കേണ്ടത്. എന്താ ഈ കാപ്പി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടുന്നില്ല. ലേഖേ, ഈ കാപ്പി കൊണ്ട് കൊടുക്ക്. അവര് കാപ്പി ഓടിക്കാൻ വന്നതാണോ? കാപ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ നീ ചെറുക്കനെ കൂടെ ഒന്ന് കണ്ടേര്. ഇന്നൊരു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണോ? നല്ലപോലെ ഇഷ്ടമായി. ലേഖയ്ക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. ചെന്നൊന്ന് കണ്ടു നോക്ക്. വേണ്ട, നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. കല്യാണം നടത്തിക്കോളൂ. നിനക്ക് കാണണ്ട, നീ കാണണ്ട. പക്ഷെ ചെറുക്കനെ നിന്നെ ഒന്ന് കാണണമല്ലോ. ഓ, അതിനാണോ? എങ്കിൽ ശരിക്കും കണ്ടോട്ടെ. അയ്യേ, ഇതൊക്കെ ഒന്ന് മാറ്റിയ സാരി എടുത്തോണ്ട് പോ. ഇതൊക്കെ മതി ചേച്ചി. എന്നെ കാണാനല്ലേ അവര് വന്നത്, എന്റെ സാരി കാണാനാണോ? എന്നെ നോക്കുന്നതിന് ലേഖയുടെ സ്വഭാവം നിനക്കറിയില്ല. ഈ കാപ്പി ആര് കൊടുക്കും? കാപ്പി കുടിച്ചാ പോരെ, ആര് കൊടുത്താലെന്ത്? പെണ്ണ് വരുന്നില്ലല്ലോ, ഒന്ന് കാണാമെന്ന് വെച്ചാൽ.
നോക്കാനും പറയാനും ഒന്നുമില്ല. ഞങ്ങൾക്ക് സമ്മതമായി. എന്താ ഉണ്ണികൃഷ്ണ? കഴിയുന്നതും വേഗം കല്യാണം നടത്തിയേ കൊള്ളാം. എനിക്ക് കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, മടിയൊന്നും വേണ്ട. ഏത് ക്ലാസ്സിൽ പഠിച്ചു? പറഞ്ഞു കൊടുക്ക്. അങ്ങോട്ടല്ല ചോദിച്ചത്, ലേഖയോടാണ്. അയ്യോ, ലേഖ ഞാനല്ല, ഇതാണ് ലേഖ. അയ്യോ, ചതിച്ചു ദൈവമേ, അത് ശകുന്തള. ഞാൻ കല്യാണം ചെയ്യാൻ പോകുന്ന പെണ്ണ. രണ്ടുപേരെ ഞങ്ങൾക്ക് ഇഷ്ടം. അയ്യോ, ഒന്നിനെ എനിക്ക് വിട്ടു തന്നേക്ക്. ശകുന്തളയെ ഞാൻ കെട്ടിക്കോളാം. എന്റെ സഹോദരി ലേഖയെ ഉണ്ണീസിന് ഇഷ്ടമായോ? ഇഷ്ടമായി. എങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. എന്റെ നിശ്ചയപ്പെട്ട് എന്തിനാ എടുത്തത്? ആരോട് ചോദിച്ചുകൊണ്ടാ എടുത്തത്? അതിങ്ങോട്ട് വെക്കിലേക്ക്. സ്വർണം വാങ്ങിക്കാൻ പണം വേണ്ടേ? വേണ്ട, ഉള്ള രൂപ കൊണ്ട് വാങ്ങിയാ മതി. അതിനുവേണ്ടി എന്റെ നിശ്ചയപ്പെട്ടി തുറക്കൊന്നും വേണ്ട. പെണ്ണെ, കളിക്കാതെ ആ പെട്ടി ഇങ്ങോട്ട് വെക്ക്. വെറുതെ എന്റെ നിറം മാറ്റരുത്. എന്റെ ചേട്ടന് ആകെ ഒരു നിറമേ ഉള്ളൂ, അത് മാറുകയില്ലെന്ന് എനിക്കറിയാം. ചുമ്മാ പേടിപ്പിക്കാതെ ഏട്ടാ. ഞാനിതാ വന്നിരിക്കുന്നു. ശരി, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആഹാ, ഇപ്പോഴാണോ വരുന്നത്? സ്വർണം വാങ്ങാനല്ലേ പോകുന്നത്? കട തുറക്കുന്നതിന് മുമ്പ് പോണോ? ഇക്കണക്കിന് സ്വർണം വാങ്ങൽ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ഞാൻ താമസിച്ചോണ്ടാണോ? ഉള്ളതെല്ലാം കൂടി കണക്കാക്കി ഞാനൊരു പ്ലാനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിശ്ചയപ്പെട്ടിയിലെ പണം അവൾ തരുന്നില്ല. അത് അവളുടേതാണ്. പിന്നെ ആരുടേതാ? ചേട്ടന്റെയാണോ? എന്റേത് തന്നെയാ. ഇവളോട് എന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന രൂപയിൽ നിന്ന് 5ഉം 10ഉം ഒക്കെ എടുത്ത് ഇവളെ പെട്ടിയിൽ. ആയിക്കോട്ടെ, എന്നാലും ഇതുവരെ സൂക്ഷിച്ചു വെച്ചില്ലേ? ഓ, വലിയ കാര്യമായി പോയി. എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. സ്വർണം വാങ്ങിക്കാൻ നേരത്തെ തിരിച്ചെടുക്കാമല്ലോ എന്ന് കരുതി അപ്പ ഞാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ഇതിലുള്ള രൂപ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒറ്റ പൈസ അങ്ങോട്ട് കിട്ടുമെന്നൊന്നും കരുതേണ്ട. അത് കൊള്ളാം. നമ്മളിപ്പോ പോകുന്ന സ്വർണം വാങ്ങാനല്ലേ? എനിക്ക് സ്വർണം വാങ്ങാനല്ലേ ഈ രൂപ. ശകുന്തള ചേച്ചി എന്റെ ഏട്ടത്തിയമ്മയായിട്ട് മാറിക്കഴിയുമ്പോ എന്റെ വക ഒരു സമ്മാനം, ഒരു താലിമാല. വിഷമിക്കണ്ട, ഞാൻ കുറച്ച് രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ആ, ഇതാ അടുത്ത ആള്. വേണ്ട 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 വേണ്ട, ഇവിടെ പെണ്ണുങ്ങളുടെ പണമേ വേണ്ട. എന്റെ കയ്യിലുള്ള പണത്തിന് ഞാൻ സ്വർണം വാങ്ങും. കിട്ടുന്നത് മതി. അങ്ങനെ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പ്രസിഡന്റ് മതി. വേഗം പോകാൻ സമയം പോയി. എവിടെ പോവാനാ? എവിടെ പോവാനോ? വിവാഹത്തിനുള്ള സ്വർണം വാങ്ങാൻ. അതിന് ഞാനെന്തിനാ? സ്വർണം നിനക്കല്ലേ? വാങ്ങുന്നത് നിങ്ങളല്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, പിന്നെയല്ലേ സ്വർണം. അപ്പൊ ലേഖ വരുന്നില്ലേ? ഇല്ല ചേച്ചി, നിങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങിക്കൊണ്ടുവരുന്നത് എന്തും എനിക്കിഷ്ടമായിരിക്കും. നിങ്ങൾ പോയിട്ട് വരുമ്പോ ഞാൻ ഊണ് തയ്യാറാക്കി വെക്കാം. ഞാൻ വരുന്നില്ല. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ, അതെ, ശാപ്പാട് ഗംഭീരമായിരിക്കണം. ഞങ്ങൾ വരുന്നത് സ്വർണവും വാങ്ങിച്ചോണ്ടാണ്, ഓർമ്മ വേണം. ഉത്തരവ്. ശരി, വാ. സൂത്രം ഞാനില്ലെന്ന് പറയാം. അയ്യോ, ഞാനില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ മൂക്ക് വെച്ചെടുക്കും. ഭയങ്കര ചുണ്ടിയാ. ആ ചുണ്ടി കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ ആ ചുണ്ടി കാണാൻ നിൽക്കോ? അങ്ങനെയാണെങ്കിൽ ശകുന്തള പറഞ്ഞു, ഞാനില്ല. പിടിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ജയിൽപ്പുലിയുടെ വേഷം. കൈവിലക്ക്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ വസ്ത്രങ്ങളും വിലങ്ങുമാണിത്. ഭാഷയോ? പേര് കേട്ട് തെറ്റിദ്ധരിക്കണ്ട, ആള് മലയാളി തന്നെയാണ്. യഥാർത്ഥ പേര് വിക്രമൻ. ഇവിടെ അനവധി കേസുകൾ ഉണ്ടാക്കിയിട്ട് രാജസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ചേർന്ന് പേരും മാറ്റി.
അങ്ങനെ ഭാഷയായി. ഇപ്പോൾ കൊള്ളക്കാരുടെ നേതാവാണവൻ. പക്ഷേ ഇവിടെ എങ്ങനെ എത്തി? ഈ കേരളത്തിൽ? അവൻ ഈയിടെ രാജസ്ഥാനിൽ വെച്ച് അബദ്ധത്തിൽ പോലീസിന്റെ പിടിയിലായി. ഇവിടെ നിരവധി കേസുകൾ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലൊരു കേസിന്റെ വിസ്താരവും കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് അവൻ ജീപ്പിൽ നിന്ന് ചാടിക്കളഞ്ഞത്. ജയിൽ വേഷത്തിൽ നടന്നാൽ പിടികൂടുമെന്നറിയാം. അതുകൊണ്ടാണ് അവൻ വേഷം മാറ്റിയത്. നിങ്ങൾക്ക് അവന്റെ ഫോട്ടോ കാണണം. വരൂ. ഇതാണ്. ഇനി ഇവനെ പിടികൂടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മുങ്ങിയാൽ രാജസ്ഥാനിലെ പൊങ്ങും. ഭയങ്കരനാണവൻ.